ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നലെ സൺഡേ ആണെങ്കിലും ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഞാൻ എടുത്തില്ല. ഇന്നലെ നമ്മൾ അറിയാലോ, മാർക്കറ്റിൽ പോണ ദിവസമാണ്, തിരക്കുള്ളൊരു ദിവസമാണ്. ഇന്നലെ കാര്യമായിട്ട് എൻ്റെ സൈഡിൽ നിന്നൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ നോൺ വെജ് ക്ലീൻ ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. കുക്ക് ചെയ്തില്ല ഇന്നലെ, കാരണം എനിക്ക് തുണി അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് ഒരു സെറ്റ് അലക്കാനുണ്ടായിരുന്നു, തോമിൻ്റെ യൂണിഫോം അലക്കിയിടാനുണ്ടായിരുന്നു. ശനി ഞായർ വന്നപ്പോൾ ഭയങ്കര മടി പിടിക്കുകയാണ്. അത് ഭയങ്കര എനിക്ക് ഇന്നലെ കിടന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ശനി ഞായറും വരുമ്പോൾ ഭയങ്കര മടി വന്നിട്ട് കാര്യങ്ങളൊക്കെ പെൻഡിങ് ആവുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഡെയിലി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ശനി ഞായറും ഉഴപ്പുന്നുണ്ട്. അതെന്തേലും ആട്ടെ. പിന്നെ വൈകുന്നേരം നമ്മൾ രശ്മി നമ്മുടെ കസിൻ്റെ വീട്ടിൽ പോയി ഗ്ലാഡി ആൻറ്റീനെ കാണാനൊക്കെ പോയിട്ട് വന്നു. പിന്നെന്താണ്, പിന്നെ ഞാൻ അതുകൊണ്ട് എടുത്തില്ല സത്യം പറയാമല്ലോ. ഞാൻ ഇന്നലെ എപ്പോഴാണ് രാവിലെ സിറ്റ് ഔട്ട് കഴിക്കിയപ്പോൾ തൊട്ട് കുറച്ച് ക്ലിപ്സ് എടുത്ത് തുടങ്ങിയെങ്കിലും പിന്നെ എനിക്ക് മടിയായി. പിന്നെ ഞാൻ ഓർത്തു, മടി പിടിച്ചിരുന്ന അന്നൊക്കെ ഇരുന്ന പോലെ 2-3 മാസം കുടുംബത്തിൽ ഞാൻ ഇരിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു, ഇന്ന് മോർണിംഗ് തൊട്ട് നമ്മുടെ ഒരു ഉച്ചവരെയുള്ള റുട്ടീൻ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തോമുനെ വിടണം. പിന്നെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് ദോശയും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താണ്, തുണി അലക്കാനുണ്ട്, തുണി അലക്കണം. അതിനു മുമ്പ് അലക്കിയിട്ടത് ഉണങ്ങണം. എനിക്ക് വയ്യ. ഞാൻ ആലോചിച്ച് കുറച്ച് നേരം ഫാൻ ഇട്ടാലോ എന്ന് വരെ ഞാൻ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, കാരണം ഉണങ്ങാതെ എനിക്കൊരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നൊരു സ്ലോ മട്ടിലായിരിക്കും വ്ളോഗ് പോണത്. എനിക്ക് എഴുന്നേറ്റിട്ട് എനിക്ക് അങ്ങനെയാണ് എന്നെ മനസ്സിലായത്. അപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. 6:15-ൻ്റെ അലാറത്തിന് ഞാൻ എഴുന്നേറ്റു. 5:45-ൻ്റെ അലാറത്തിന് ഞാൻ എഴുന്നേറ്റില്ല. നമുക്ക് വേഗം പോയി പരിപാടി തുടങ്ങാം കേട്ടോ. എനിക്ക് കറണ്ട് വല്ലതും പോയാൽ ഞാൻ പെട്ടുപോകും. അപ്പോൾ ഞാൻ താഴെ വന്നിട്ട് വേഗം ആദ്യം ഗോതമ്പ് ദോശയ്ക്കുള്ളത് അടിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും കറണ്ട് പോക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിക്കുക. എനിക്ക് കയ്യിൽ കുഴയ്ക്കാൻ വശമില്ല. അമ്മയൊക്കെ കയ്യിലാണ് കേട്ടോ കുഴച്ച് റെഡിയാക്കുക. എനിക്ക് പക്ഷേ അത് വശമില്ല. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് റവ, അതായത് 1-2 സ്പൂൺ റവ ഇടും, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടി ഇടും കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് സ്റ്റാൻഡിലാണ് കേട്ടോ വ്ളോഗ് എടുക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മറ്റേതിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, എവിടെയെങ്കിലും ചാരി വെക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം അടിക്കുകയാണ്. കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോൾ കറണ്ട് പോകും എന്നുള്ളൊരു പേടിയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടു അലക്കാനായിട്ട്. അത് ഒരു 7:15, 6:45 7:15 ആകുമ്പം കഴിയും കേട്ടോ. അരമണിക്കൂറിന് സെറ്റിങ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോഴത്തേനും അതും കഴിയും. അപ്പോൾ ഡോൺ ചേട്ടനെ കൊണ്ടോ അല്ലെങ്കിൽ ഞാനോ മുകളിലെടുത്ത് നോക്കും. ഇന്ന് ഞാൻ മുകളിലെടുത്ത് വെക്കുക ചെയ്തു. കാരണം ഡോൺ ചേട്ടൻ അപ്രതീക്ഷിതമായിട്ട് രാവിലെ വന്ന് പറഞ്ഞു, എനിക്ക് വണ്ടി എടുക്കാൻ പോകണം, അപ്പോൾ നേരത്തെ പോവും. എനിക്കൊന്ന് പാലക്കാട് സൈഡ് അങ്ങാണ്ടാണ് പോയേക്കണത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോവുകയാണ്. അപ്പോൾ ഡാഡീനെ ഒന്ന് വിടുമോ എന്ന് ചോദിച്ചു. ഞാൻ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി മോസ്റ്റ്ലി തിരിച്ച് വിളിക്കാൻ ഞാൻ പോകേണ്ടി വരും. അപ്പോൾ ഞാൻ ഓട്ടോ പിടിച്ച് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് ഡാഡിയും മമ്മിയും ഡിമ്പിളൊക്കെ ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അവർ പോവും, സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇന്ന് കൂടുതലും ഇങ്ങനത്തെ അരയും പിടിയും മാത്രമേ കാണുകയുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാൻഡിൽ വെച്ചെടുത്തതുകൊണ്ട് തന്നെ എനിക്ക് കുറേ നേരം അത് താങ്ങി പിടിച്ച് നടക്കണ്ടയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറേ ക്ലിയർ ആയിട്ട് സ്റ്റഡി ആയിട്ട് എനിക്ക് കുറച്ച് വീഡിയോ കിട്ടിയപ്പോൾ എനിക്കത് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ വേഗമുണ്ട്. തലേന്ന് അരച്ച് വെക്കുവാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയാണ് കേട്ടോ. ദോശ ഭയങ്കര സോഫ്റ്റും ക്രിസ്പിയും ഒക്കെ ആവും. ഇന്നലെ ഞാൻ വിട്ടുപോയി, നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേനും ആകെ ടയേർഡാവും, അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞാൻ ഇന്നലെ ചെയ്തു വെച്ചില്ല കേട്ടോ. സാധാരണ ഞാൻ ഗോതമ്പ് ദോശയ്ക്ക് മോസ്റ്റ്ലി തലേന്ന് അടിച്ചു വെക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഇഡ്ഡലിക്ക് ഇട്ടാലോ എന്ന് ഇങ്ങനെ ഞാൻ വിചാരിക്കുകയാണ്, ഇഡ്ഡലി മാവ്. അപ്പോൾ 2 ദിവസം, ആഴ്ചയിൽ 2 ദിവസം അങ്ങനെ പൊക്കോളും. ആദ്യത്തെ ദിവസം ഇഡ്ഡലി, പിന്നെ ദോശ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ തോമായാലും ഇഡ്ഡലി കഴിച്ചോളും, അങ്ങനെയൊക്കെ വിചാരിച്ചു. പാച്ചുവിന് ഇഷ്ടമില്ല ഇഡ്ഡലിയും ദോശയൊന്നും, പാച്ചുവിന് ഇഷ്ടമില്ല. അപ്പോൾ പാച്ചുവിന് എന്തെങ്കിലും ഡിമ്പിൾ ഓൾട്ടർനേറ്റീവായിട്ട് അവർക്ക് നോൺ വെജ് കൊണ്ടുപോകാം. എനിക്ക് തോമുന് അങ്ങനെ നോൺ വെജേ പറ്റില്ല, മുട്ട പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ മിക്സി അടിക്കുകയാണ്. ക്ലോക്കിൽ എത്ര മണിയായി? 6:45.
എനിക്കിത് സത്യം പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ ഉള്ള റുട്ടീനാണ് എനിക്കിഷ്ടം. സാറ്റർഡേ ആകുമ്പോൾ എനിക്ക് മടി ആവുകയാണ്. സാറ്റർഡേ സൺഡേ സാധാരണ ചെയ്യുന്നതിൻ്റെ ഒരു 4/1 പണികളെ ചെയ്ത സംഭവം. കുക്കിങ് മാത്രമേ കുറവുണ്ടായിരിക്കുള്ളൂ. ബട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഈ പറഞ്ഞ പോലെ ക്ലീനിങ്, മോപ്പിങ്, ബാത്റൂം കഴുകൽ, അല്ലെങ്കിൽ ചെടി നനയ്ക്കൽ, തുണി അലക്കൽ, തോമൻ്റെ യൂണിഫോം ഈ പറഞ്ഞ പോലെ അലക്കി ഉണക്കണം. യൂണിഫോം ഉണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അത് തേക്കണം, കറണ്ട് പോയാൽ അത് ബുദ്ധിമുട്ട്. അപ്പോൾ മാക്സിമം എല്ലാം അതായത് ഡിലേ ഇല്ലാണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. കാരണം കൊച്ചിൻ്റെ യൂണിഫോം നമുക്കൊരു എക്സ്ക്യൂസും സ്കൂളിൽ പറയാൻ പറ്റില്ല. നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ അലക്കി ഉണക്കി തേച്ച് കൊടുത്തു വിടുക, നീറ്റായിട്ട് വിടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഞാൻ ഓരോന്നും വേഗം ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ ദോശയ്ക്ക് അടിച്ച് വെച്ചതിന് ശേഷം ഇനി അടുത്ത ടെൻഷനും ചമ്മന്തി അരയ്ക്കണം. കാരണം വഴറ്റി വരുമ്പം കറണ്ട് പോയാൽ ഒക്കെ പോകും. കാരണം ആ വഴറ്റിയത് കൊണ്ട് ഒരിക്കലും നമുക്ക് ചമ്മന്തിയായിട്ട് കൂട്ടാൻ പറ്റില്ല, പ്രത്യേകിച്ച് തക്കാളി ചമ്മന്തി. അങ്ങനെ ഞാൻ വേഗം അത് അരിയാണ് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് ചാക്കോ താഴെക്കാരെയാണ് ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. ചാക്കോ ഇപ്പോൾ ഒട്ടും ഞാനില്ലാണ്ട് നിൽക്കാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അക്കിയുടെ അവിടെ മാത്രമേ നിൽക്കണുള്ളൂ, എന്നെയോ ഡോൺ ചേട്ടനെയോ ചോദിക്കാൻ. അതും ഡാഡി കൊണ്ടാക്കിയാലേ പ്രശ്നമില്ലാന്നേ ഉള്ളൂ. ഞങ്ങളാരും ആക്കിയാൽ നിൽക്കില്ല. അക്കിയുടെ അവിടെ മാത്രമേ വഴക്കില്ലാണ്ട് അവൻ നിൽക്കുന്നുള്ളൂ. എൻ്റെ ആകെ ആശ്രയം ഇപ്പോൾ അക്കിയും പേപ്പനുമാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ സ്കൂൾ തുടങ്ങിയ പിന്നെ അങ്ങനെ ഞാൻ ആക്കാറില്ല. കൂടുതലും എൻ്റെ കൂടെ തന്നെയാണ്. പക്ഷെ അത് അവനൊരു പ്രശ്നമായി പറ്റിയത്. ഇടയ്ക്ക് ഇവർ ഫസ്റ്റ് സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ പല ആവശ്യങ്ങൾക്കും പുറത്ത് പോകുമ്പം അക്കിയുടെ അവിടെ അവരാണ് ടേക്ക് കെയർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടവുമായിരുന്നു കേട്ടോ. എന്ന് വെച്ച് ഇപ്പം ഇഷ്ടമില്ലെന്നല്ല, അവനിപ്പോഴും അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ 100-ലാണ് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അവനെ സ്കൂളിലാക്കാൻ തോന്നുന്നുണ്ട്. കാരണം അവന് സ്കൂളിൽ പോകാനൊക്കെ ഇഷ്ടമാണ്. ഇവർ പോകുന്ന കാണുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവനെ നേരത്തെ വിടണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ചില സമയത്ത് അവന് പ്രായത്തിലേ ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ വേറെ കാര്യം ചിന്തിക്കും. തോമുനെ ഞാൻ കൂടെ വെച്ച് ആദ്യം അവനെ ബബിൾസിലാക്കിയപ്പോൾ കുറച്ച് നാൾ ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് സ്കൂളിൽ പോയപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ. പിന്നെ അവൻ വേഗം സെറ്റായിട്ടോ. ബബിൾസിലായിരിക്കും അവൻ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്തൊന്ന് മാറി നിന്നിട്ടുണ്ടാവുക. ഒരു 10 മണിക്ക് പോയാൽ 4:30, 4:45 വരില്ല. അപ്പം അതൊരു വീടാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു സേഫ്റ്റി അവനുണ്ടായിരുന്നു. ഇപ്പോഴും ആൾക്കാർ ബബിൾസ് അന്വേഷിച്ച് നമ്മുടെ വീട്ടിൽ വരാറുണ്ട് കേട്ടോ. കാരണം അവർ പഴയ വീട്ടിൽ നിന്ന് മാറി. ഇപ്പം എനിക്ക് തോന്നുന്നു അവർക്ക് ഡേ കെയർ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ചാക്കോച്ചൻ എണ്ണീറ്റ് വന്നിട്ടുണ്ട്. അതിന് ചാക്കോച്ചൻ ദോശ കണ്ടപ്പം ദോശ വേണമെന്ന് പറഞ്ഞു. ദോശ കഴിക്കുകയാണ്. അവന് ഗോതമ്പ് ദോശ അവനായാലും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കട്ടൻ കാപ്പിയാണ് കേട്ടോ കുടിക്കുന്നത്. അവന് കട്ടൻ കാപ്പിയും ഭയങ്കര ഇഷ്ടമാണ്. ഉറക്കപ്പായെന്ന് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അവനും ഇപ്പം നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവനും നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണം. ആ ഒരു കൂട്ടത്തിലാണ്. ഞാൻ പറഞ്ഞു ഡോൺ ചേട്ടൻ ഇന്ന് നേരത്തെ പോവാമെന്ന്. അപ്പോൾ സുന്ദരക്കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. ഇനി പാലക്കാടാണ് പോണത്. അപ്പോൾ ഡോൺ ചേട്ടൻ നേരത്തെ പോയിട്ട് നേരത്തെ വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. അപ്പോൾ തോമനെ ഡോൺ ചേട്ടൻ കൊണ്ടുവന്നാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഞാൻ പോകേണ്ടി വരും. ചാക്കോ ഉള്ളതുകൊണ്ടാണ് പ്രശ്നം. ചാക്കോ ഉള്ളതുകൊണ്ട് എങ്ങനെ കൊണ്ടുവരും? അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 11:30, 11:45 ആകുമ്പോൾ എന്നെ വിളിക്കേ വരാൻ യാതൊരു ചാൻസും ഇല്ല. ആ സമയത്ത് എത്താൻ പറ്റില്ലെങ്കിൽ ഞാൻ ദിലീപിൻ്റെ ഓട്ടോ വിളിച്ചിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ നിമിഷം വരെയോ 9:45 സമയം വരെ. അത് കഴിഞ്ഞിട്ട് എന്താവും എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഡോൺ ചേട്ടൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. ഇന്ന് ഡിംപിളിനും ഡ്രൈവിംഗ് ക്ലാസ് ഇല്ല. പഠിപ്പിക്കുന്നിടത്ത് അവരെവിടെയോ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു ഡ്രൈവിങ്ങിന് പോകാൻ. എനിക്ക് ചാക്കോ ഉള്ളതുകൊണ്ട് യാതൊരു നിവൃത്തിയില്ല പോവാന്നുള്ളത്. അക്കി പറഞ്ഞു അവിടെ ആക്കിയിട്ട് പോകുന്നു. അപ്പം എന്നും കൊണ്ടാക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ല, എന്നാലും എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അങ്ങനെ ചാക്കോച്ചനും തോമുനും പാച്ചുവിനും ഞാൻ സ്നാക്സൊക്കെ പാക്ക് ചെയ്തിട്ട് തോമുനെ വേഗം പോയി കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം അപ്പയെല്ലാം കൊണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കുറേ മൂങ്ങൊക്കെ ചെയ്തു. പിന്നെ ഡാഡിയുടെ വളരെ ഹാപ്പി ആയിട്ട് പോയിട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഡാഡി ആദ്യമായിട്ടായിരിക്കും തോമുനെ ബാവൻസിൽ കൊണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് വഴി പറഞ്ഞു കൊടുത്തോളൂ. കാരണം എൻട്രിയും എക്സിറ്റും ഇപ്പോൾ റൂട്ട് മാറ്റി. അപ്പോൾ അതുകൊണ്ട് ഡാഡിക്ക് ഒന്നും പോയാൽ മരിച്ചോ. അവന് ഈ പറഞ്ഞ പോലെ ക്ലാസ് കണ്ടിട്ടില്ല. അപ്പോൾ അവൻ പോയിട്ടുണ്ട്, ഹാപ്പി ആയിട്ട് പോയി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ വേഗം വന്ന് പാച്ചുവിനെ കുളിപ്പിച്ച് ഡാഡി പാച്ചുവിനെയും കൊണ്ടാക്കാൻ പോയിട്ടുണ്ട്. സ്കൂട്ടറിന്മേൽ പോയേക്കാണ് കേട്ടോ. ഡാഡി വന്നിട്ട് വേണം ഇവർക്കൊന്ന് പുറത്ത് പോകാനായിട്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയും അല്ലറ ചില്ലറ പരിപാടികളേ ഉള്ളൂ.
എനിക്ക് തുണി വിരിച്ചിടണം. പക്ഷെ അതിപ്പോൾ പോസിബിൾ അല്ല. ചാക്കോ ഉറങ്ങിയിട്ടേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം സ്റ്റാൻഡിൽ ഒരു ലോഡ് തുണി കിടപ്പുണ്ട് മടക്കാനായിട്ട്. അപ്പോൾ അത് ചെയ്യണം. ഞാൻ വെയിറ്റ് കൊണ്ട് സ്റ്റെപ്പ് കയറി ഇത് അണയ്ക്കണം. അപ്പോൾ നമുക്ക് നാളെ ഒരു കുട്ടി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇന്നിപ്പം നിങ്ങൾക്ക് കാര്യമായിട്ട് ഇഷ്ടമായി കാണില്ല, എന്നാലും നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.